തൃശൂർ നഗര സൗന്ദര്യം ആസ്വദിച്ച് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെത്താൻ ഇനി ഡബിൾ ഡെക്കർ ബസ്സും. കെഎസ്ആർടിസിയുടെ പ്രത്യേക ഡബിൾ ഡെക്കർ ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർവഹിച്ചു. യാത്രക്കാർക്ക് ആവശ്യമെങ്കിൽ സുവോളജിക്കൽ പാർക്കിനകത്തുകൂടിയും സർവീസ് നടത്താൻ തയ്യാറാണെന്നാണ് കെഎസ്ആർടിസി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. തൃശൂരിൽ നിന്ന് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറാണ് അല്പസമയം മുൻപ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലുള്ള ഈ ഒരു വാഹനം KSRTC ബസ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്തു. അതിനുശേഷം ഈ വാഹനം ഏതാണ്ട് ഒരു 200 മീറ്റർ അപ്പുറത്തേക്ക് അദ്ദേഹം തന്നെയാണ് ഓടിച്ച് ഉദ്ഘാടനം ചെയ്തത്. ഇതിന് മുകളിലേക്ക് അദ്ദേഹം കയറി ഇനി വിശാലമായ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇതിന് മുകളിലേക്ക് കയറുകയാണ്. ഈ വാഹനം അതായത് ഈ KSRTC ഡബിൾ ഡെക്കർ ബസ്സാണ്. ഇത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കാണ് ഇത് നേരെ യാത്ര. തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കാണ് യാത്ര ചെയ്യുന്നത്. മന്ത്രി അദ്ദേഹം മുകളിലിരുന്ന് യാത്ര ചെയ്യുമെന്നാണ് പറയുന്നത്. ഇവിടെ മന്ത്രി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. റവന്യൂ മന്ത്രി കെ രാജനൊപ്പം അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. വണ്ടി സൂപ്പറല്ലേ, നല്ല ഉഗ്രം വണ്ടിയാണ്. സൗണ്ടൊന്നുമില്ല, പൊല്യൂഷൻ ഇല്ല. വണ്ടി വളരെ കംഫർട്ടബിൾ ആണ്. എല്ലാ വീലും എയർ സസ്പെൻഷനാണ്. ഒരു ഓൾവോ ബസ്സിനേക്കാളും വിലയുണ്ട്. നമ്മൾ സാധാരണ ഓടിക്കുന്ന ഓൾവോ ബസ്സിന് എയർ സസ്പെൻഷനും എല്ലാ സൗകര്യമുള്ള അതിനേക്കാൾ വില കൂടിയതാണ് ഈ വണ്ടി. ഇതൊരു ടൂറിസം എന്ന നിലയിൽ വളരെ നല്ല അട്രാക്ഷൻ ആയിരിക്കും. നല്ല ആത്മവിശ്വാസത്തോടെയാണ് സർവീസ് ആരംഭിക്കുന്നത്. അടിപൊളി. ബഹുമാനപ്പെട്ട മന്ത്രി ഓടിക്കുന്നതിൻ്റെ ചേർന്ന് നിന്ന് നോക്കി, ഒരു ശബ്ദവും ഇല്ല, ഒരു അനക്കവും ഇല്ല. മന്ത്രി നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുള്ളതുകൊണ്ട് മാത്രമല്ല, വണ്ടി സൂപ്പറാണ്. ഇത് ഒരു സുവോളജിക്കൽ പാർക്കിൻ്റെ പ്രൊമോഷനിൽ ഒരു വലിയ ഘടകമായിരിക്കും ഇത്. കാരണം ആളുകൾക്ക് രാവിലെ മന്ത്രി പറഞ്ഞതനുസരിച്ച് രാവിലത്തെ സമയത്ത് ഇവിടെ വന്നാലും ഈ കാഴ്ചകൾ കാണാനും, പിന്നെ തൃശ്ശൂർ നഗരത്തിന് എല്ലാ ഘട്ടത്തിലും ഉത്സവമല്ലേ. പള്ളി പെരുന്നാൾ, അമ്പലത്തിലെ ഉത്സവങ്ങൾ, ഓണത്താല, അങ്ങനെ നിറച്ചു പരിപാടികൾ എല്ലാത്തിനും ആളുകൾക്ക് വരാം. അതെ 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 സാറാണ് സന്തോഷം. പുലികളിയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കൊടുത്ത് പോകും. ഇതിന് മുകളിൽ നിന്നുള്ള കാഴ്ച വളരെ ഡിഫറൻ്റ് ആയിരിക്കും. വടക്കനാഥ ക്ഷേത്രത്തെ ചുറ്റി വരുന്ന റൗണ്ടിലൊക്കെ ഇതിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച വളരെ വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ തന്നെ അതൊന്ന് ക്യാമറയിൽ പകർത്തി നോക്കുമ്പോൾ മനസ്സിലാവും. സന്ദീപ് കോലഴിക്കൊപ്പം ശ്രീകുമാരൻ, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.